നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പക്ഷേ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല. പ്രാർത്ഥന ദൈവത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് പൂർണ്ണമായും നമുക്ക്, അതായത് മനുഷ്യനു വേണ്ടിയുള്ളതാണ് എന്നൊരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്നത്. ഇതൊരു അപേക്ഷ എന്നതിലുപരി ഒരുതരം ആത്മപരിശോധനയാണ്. അതെ, ആ ഒരു പോയിന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെയെല്ലാം അടിസ്ഥാന ധാരണയെ ഒന്ന് മാറ്റിമറിക്കുന്നുണ്ട്. ഇതൊരു കൊടുക്കൽ വാങ്ങലല്ല, മറിച്ച് നമ്മൾ ആരാണെന്ന യാഥാർത്ഥ്യവുമായി നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് നിർത്തുന്ന ഒരു പരിശീലനമാണ്. ശരി, അപ്പോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന ആശയം, അത് പലർക്കും ഒരു പുതിയ ചിന്തയായിരിക്കും. ഖുറാനിലെ ഒരു വാക്യം ഈ സ്രോതസ്സുകളിൽ പറയുന്നുണ്ടല്ലോ, തീർച്ചയായും അല്ലാഹു ലോകരെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തനാകുന്നു എന്ന്. അപ്പോ സർവശക്തനായ ദൈവത്തിന് ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇത് ചെയ്യുന്നത്? ഇത് നമ്മളിലെ എന്ത് പ്രശ്നത്തിനാണ് ഒരു പരിഹാരമാകുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ആ പ്രശ്നത്തെ ഈ സ്രോതസ്സുകൾ ഒറ്റവാക്കിൽ പറയുന്നുണ്ട്: മറവി. നമ്മൾ ചില അടിസ്ഥാന സത്യങ്ങൾ എപ്പോഴും മറന്നുപോകുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. മറവിയോ? അതെ, മറവി. ആ മറവിയിൽ നിന്ന് നമ്മളെ ഒന്ന് ഉണർത്തുക, ഓർമ്മപ്പെടുത്തുക. അതാണ് ശരിക്കും പ്രാർത്ഥനയുടെ ലക്ഷ്യം. എന്നെ ഓർക്കാൻ വേണ്ടി പ്രാർത്ഥന നിലനിർത്തുക എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഓർമ്മപ്പെടുത്തലിനാണ് ഊന്നൽ. കാരണം മറന്നുപോകുന്നത് നമ്മളാണ്, ദൈവമല്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മറന്നുപോകുന്ന ഈ അടിസ്ഥാന സത്യങ്ങൾ? നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ എന്താണ് നമ്മൾ മറക്കുന്നത്? പ്രധാനമായും ഒരു 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആശ്രിതരാണെന്ന സത്യം. നമ്മുടെ ഓരോ ശ്വാസത്തിനും നിലനിൽപ്പിനും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളെ തന്നെ അല്ല എന്ന സത്യം. ശരി. 2, എല്ലാ കാര്യങ്ങളും നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്ന യാഥാർത്ഥ്യം. 3, ഈ ജീവിതം താൽക്കാലികമാണ് എന്ന ബോധം. പിന്നെ 4ാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, നമ്മുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും മുകളിൽ ശരിയും തെറ്റുമുണ്ട് എന്നൊരു ധാർമ്മികമായ സത്യമുണ്ട് എന്നോർമ്മ. ഈ 4 കാര്യങ്ങൾ മാർക്കുമ്പോഴാണ് മനുഷ്യന് ശരിക്കും വഴിതെറ്റുന്നത്. എനിക്ക് തോന്നുന്നു ആ മറവി ഉത്കണ്ഠയ്ക്കും അഹംഭാവത്തിനുമൊക്കെ കാരണമാകുന്നുണ്ടാവാം, അല്ലേ? എല്ലാം എന്റെ കൺട്രോളിലാണെന്ന് വിശ്വസിക്കുമ്പോൾ, കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. തീർച്ചയായും. ആ മറവികളിലേക്കാണ് പ്രാർത്ഥന ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു റീകാലിബ്രേഷൻ പോലെ വരുന്നത്. നിങ്ങൾ നൽകിയ സ്രോതസ്സുകളിലെ ഒരു ഉപമ എന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞുപോയി. വഴിതെറ്റിപ്പോകുന്ന ഒരു കോമ്പസ്, അതായത് ദിശാസൂചി, ഇടയ്ക്കിടെ ശരിയാക്കി വെക്കുന്നത് പോലെയാണ് പ്രാർത്ഥന എന്ന്. അതൊരു ശക്തമായ രൂപകമാണ്. കാരണം എന്റെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും തിരക്കുകൾ, മീറ്റിംഗുകൾ, ഈ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ, ഇതെല്ലാം എന്റെ ഉള്ളിലെ ആ ദിശാസൂചിയെ നിരന്തരം വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസത്തിൽ പലതവണയുള്ള പ്രാർത്ഥന അതിനെ വീണ്ടും ശരിയായ ദിശയിലേക്ക് തിരികെ വയ്ക്കുകയാണോ? അതെ, ആ കോമ്പസിന്റെ ഉപമ വളരെ കൃത്യമാണ്. ജീവിതത്തിന്റെ ഒരു കാന്തിക മണ്ഡലത്തിൽ നമ്മുടെ ദിശാസൂചി എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന അതൊന്ന് റീസെറ്റ് ചെയ്യലാണ്. ഈ സ്രോതസ്സുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ശക്തമായ രൂപകമാണ് തുരുമ്പു. ഖുർആനിലൊരിടത്ത് പറയുന്നുണ്ട്, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ തുരുമ്പായിരിക്കുന്നു എന്ന്. ഈ തുരുമ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പണ്ടത്തെ കാലത്തുള്ള എന്തെങ്കിലും തിന്മയെക്കുറിച്ചാണോ, അതോ ഇന്നത്തെ കാലത്തും പ്രസക്തമായ ഒന്നാണോ? അത് എക്കാലത്തും പ്രസക്തമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. ഈ തുരുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഹംഭാവം, അടങ്ങാത്ത ആഗ്രഹങ്ങൾ, മറ്റുള്ളവരുമായുള്ള താരതമ്യം, നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന 1000 കാര്യങ്ങൾ. ഇതൊക്കെയാണ്. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ തുരുമ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടും. പ്രാർത്ഥന ദിവസവും 5 നേരം ഈ തുരുമ്പ് തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു കണ്ണാടി തുടയ്ക്കുന്നത് പോലെ? അതെ, ഇതൊരു കണ്ണാടി പോലെയാണ്. നമ്മുടെ ഉള്ളിലെ കണ്ണാടിയിൽ തുരുമ്പും പൊടിയും പിടിക്കുമ്പോൾ പ്രതിബിംബം വ്യക്തമാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന എന്നത് ദൂരെ ഇരിക്കുന്ന ദൈവത്തിലേക്കൊരു പാലം പണിയുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നൊരു ബന്ധത്തെ മറയ്ക്കുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുകയാണെന്നാണ്. ഇത് വളരെ രസകരമായ ഒരു മാറ്റമാണ്. കൃത്യമായി. കാരണം സ്രോതസ്സുകൾ ഉദ്ധരിക്കുന്ന ആ ഖുർആൻ വാക്യം ഓർമ്മയിലെ, കഴുത്തിലെ ഞരമ്പിനേക്കാൾ നാം അവനോട് അടുത്തവനാകുന്നു. ആ സാമീപ്യം എപ്പോഴും അവിടെയുണ്ട്.
നമ്മൾ പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന ആ തുരുമ്പ് തുടച്ചുമാറ്റിയാൽ മാത്രം മതി. പ്രാർത്ഥന ആ തുടച്ചുമാറ്റലാണ്. അതൊരു ദൂരയാത്രയല്ല, ഒരു തിരിച്ചറിവാണ്. അതെ. ശരി, അപ്പോൾ പ്രാർത്ഥന എന്നത് ഉള്ളിലെ ഈ തുരുമ്പ് തുടച്ച് ദിശാസൂചി നേരെയാക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ എന്തിനാണതിന് ഇത്ര കൃത്യമായ ശാരീരിക ചലനങ്ങൾ? ഇന്ന് പലരും ഇഷ്ടപ്പെടുന്നത് ധ്യാനം പോലെ നിശബ്ദമായിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിൽക്കുകയും കുനിയുകയും നെറ്റി തറയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ശാരീരികമായ ഭാഗത്തിന് ഈ സ്രോതസ്സുകൾ എന്ത് പ്രാധാന്യമാണ് നൽകുന്നത്? ഇതൊരു പക്ഷേ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നമ്മൾ വെറും ചിന്തിക്കുന്ന മനസ്സുകൾ മാത്രമല്ല, നമുക്ക് ശരീരമുണ്ട്. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ സ്രോതസ്സുകൾ പറയുന്നത് ശരീരം മനസ്സിനെ പരിശീലിപ്പിക്കുന്നു എന്നാണ്. ശരീരം മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. അതെ. പ്രാർത്ഥനയിലെ ഓരോ ചലനവും ഒരു പാഠമാണ്. നമ്മൾ കണക്ക് ബോധിപ്പിക്കാനായി നിവർന്നു നിൽക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കാനായി കുനിയുന്നു, പിന്നെ പൂർണ്ണമായ വിനയത്തോടെ സാഷ്ടാംഗം ചെയ്യുന്നു. സാഷ്ടാംഗം അഥവാ സുജൂദ് ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ഒരു പ്രത്യേക അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ നെറ്റിയും മുഖവും ഏറ്റവും താഴ്ന്ന സ്ഥലമായ നിലത്ത് വയ്ക്കുന്നു. ഇതൊരു ശാരീരികമായ പ്രവൃത്തി എന്നതിലുപരി ഉള്ളിൽ എന്തോ ഒന്നിനെ തിരുത്തുന്നതുപോലെ. അതെ, അതൊരു ശാരീരികമായ പ്രവൃത്തിയിലൂടെ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയെ തകർക്കലാണ്. എന്താണ് ആ തെറ്റിദ്ധാരണ? എല്ലാം എനിക്ക് തനിയെ ചെയ്യാൻ കഴിയും, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന ചിന്ത. നമ്മുടെ അഹംഭാവത്തിന്റെ അടിസ്ഥാനം അതാണ്. ആ ശാരീരിക പ്രവൃത്തിയിലൂടെ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, അല്ല, ഞാൻ പൂർണ്ണനല്ല, ഞാൻ ആശ്രിതനാണ് എന്ന്. ഇതൊരു കീഴടങ്ങലാണ്. അപ്പോ ഇതൊരു ശാരീരികമായ മരുമരുന്നാണ് മാനസികമായൊരു രോഗത്തിന്. അതായത് ഞാനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന അഹംഭാവത്തിനുള്ള മരുമരുന്ന്. തീർച്ചയായും. ഈ സ്വയം പര്യാപ്തത എന്ന തോന്നലിനെയാണ് ഖുർആൻ ഏറ്റവും അപകടകരമായ മിഥ്യാധാരണ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്രോതസ്സുകളിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്, തീർച്ചയായും മനുഷ്യൻ അതിക്രമം കാണിക്കുന്നു, കാരണം അവൻ സ്വയം പര്യാപ്തനായി തന്നെ കാണുന്നു. ഈയൊരു തെറ്റായ ധാരണയെയാണ് ഓരോ ദിവസവും പ്രാർത്ഥനയിലെ ശാരീരിക ചലനങ്ങൾ ഇല്ലാതാക്കുന്നത്. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സമ്മതിക്കുകയാണ്, ഞാൻ എന്നെത്തന്നെ സൃഷ്ടിച്ചതല്ല, ഞാൻ എൻ്റെ നിലനിൽപ്പിന് കാരണം ഞാനല്ല, എന്റെ അടുത്ത ശ്വാസം പോലും എന്റെ നിയന്ത്രണത്തിലല്ല. ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾ പോലും ദിവസവും പലതവണ ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണമേ എന്നാവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരിക്കൽ വഴി കണ്ടാൽ പിന്നെ തീർന്നില്ല. ഓരോ ദിവസവും നമ്മളെ വഴിതെറ്റിക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ വരും, അല്ലേ? ചിലപ്പോൾ വിജയം നമ്മളെ അഹങ്കാരികളാക്കാം, ചിലപ്പോൾ പരാജയം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാം. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. അതെ, ഇത് സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്കും ആ ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവാവുന്ന ഒരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ പ്രാർത്ഥന വളരെ യാന്ത്രികമായി ഒരു ശൂന്യമായ അനുഭവമായി തോന്നാറില്ലേ? വെറുതെ ചെയ്തു തീർക്കുന്ന ഒരു ചടങ്ങ് പോലെ. അപ്പോൾ അതിനർത്ഥം അത് പ്രവർത്തിക്കുന്നില്ല എന്നാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കാരണം ഇത് എല്ലാവർക്കും അനുഭവമുള്ള ഒന്നാണ്. ഈ സ്രോതസ്സുകൾ അതിന് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. പ്രാർത്ഥന ശൂന്യമായി തോന്നുന്നു എന്നതിനർത്ഥം അത് ഫലം ചെയ്യുന്നില്ല എന്നല്ല. അത് നമ്മുടെ അനുഭവത്തെയും പ്രാർത്ഥനയുടെ ഫലത്തെയും രണ്ടായി കാണുന്നു. പ്രാർത്ഥനയുടെ ലക്ഷ്യം നമുക്കെപ്പോഴും നല്ലൊരു അനുഭവം നൽകുക എന്നതല്ല, മറിച്ച് നമ്മളിലൊരു ഫലമുണ്ടാക്കുക എന്നതാണ്. ആ വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? അനുഭവവും ഫലവും തമ്മിലുള്ള വ്യത്യാസം. തീർച്ചയായും. അനുഭവം എന്നത് ആ നിമിഷം നമുക്ക് എന്തു തോന്നുന്നു എന്നതാണ്. ചിലപ്പോൾ സമാധാനം തോന്നാം, ചിലപ്പോൾ ഒന്നും തോന്നില്ല. എന്നാൽ ഫലമെന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും എന്തു മാറ്റമുണ്ടാക്കുന്നു എന്നതാണ്. ഈ സ്രോതസ്സുകളിലെ ഒരു പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഹൃദയം മഞ്ഞുരുകു വരുന്നതേയുണ്ടാവൂ, പുറമെ തണുത്തുറഞ്ഞു കിടക്കുകയാണെങ്കിലും ഉള്ളിൽ ചെറിയൊരു മാറ്റം തുടങ്ങിയിട്ടുണ്ടാവാം. ഒരു വ്യായാമം ചെയ്യുന്നത് പോലെയാണോ ഇത്? ജിമ്മിൽ പോകുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് വലിയ ആവേശം തോന്നണമെന്നില്ല. ചില ദിവസങ്ങളിൽ വെറുതെ പോയിട്ടു വരും. പക്ഷേ സ്ഥിരമായി പോകുന്നതിന്റെ ഫലം മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. അതുപോലെയാണോ ഇതും? വളരെ നല്ലൊരു താരതമ്യമാണത്. കൃത്യമായും അതുതന്നെയാണ് ആശയം.
പ്രാർത്ഥന എല്ലായ്പ്പോഴും സുഖമുള്ള ആനന്ദകരമായ ഒരു അനുഭവമായിരിക്കുമെന്ന് ഖുർആൻ എവിടെയും വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ അത് ഫലം ചെയ്യുമെന്ന് പറയുന്നു. തീർച്ചയായും പ്രാർത്ഥന നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നും തടയുന്നു എന്ന് പറയുമ്പോൾ അതൊരു വാഗ്ദാനമാണ്. ശരിയാണ്. അത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും, നമ്മളെ സംരക്ഷിക്കും എന്നതാണതിന്റെ ഫലം. ആ ഫലമാണ് പ്രധാനം, ആ നിമിഷത്തെ അനുഭൂതിയല്ല. ശരി. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നു ചേർത്തു നോക്കാം. പ്രാർത്ഥന ദൈവത്തിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലെ മറവി മാറ്റാനും വഴിതെറ്റിയ ദിശാസൂചി നേരെയാക്കാനും അടിഞ്ഞുകൂടിയ തുരുമ്പ് തുടച്ചു നീക്കാനുമാണ്. അതിലെ ശാരീരിക ചലനങ്ങൾ നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കുന്നു. ചിലപ്പോൾ യാന്ത്രികമായി തോന്നാമെങ്കിലും അതിന് ദീർഘകാല ഫലങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ആകത്തുക എന്താണ്? പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതവും പ്രാർത്ഥനയുള്ള ജീവിതവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, പ്രാർത്ഥനയില്ലെങ്കിൽ അഹംഭാവം നമ്മളെ ഭരിക്കും. ശരിയും തെറ്റും ആപേക്ഷികമാകും. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ യജമാനന്മാരാകും. ജീവിതം ഈ നിമിഷത്തിലേക്ക് മാത്രമായി ചുരുങ്ങും. പ്രാർത്ഥന മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നു. അതിനെ ഒരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ, പ്രാർത്ഥന എന്നത് യാഥാർത്ഥ്യത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളയ്ക്കാൻ ശ്രമിക്കുന്നതിനു പകരം യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ശരിയായി നിൽക്കണമെന്ന് പഠിക്കലാണ്. ആ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാമോ? യാഥാർത്ഥ്യത്തിൽ ശരിയായി നിൽക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും യാഥാർത്ഥ്യത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യവുമായി നമ്മളെ തന്നെ യോജിപ്പിക്കാനാണ്. ഉദാഹരണത്തിന്, നമ്മൾ ആശ്രിതരാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥന ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മളോട് എപ്പോഴും അടുത്തുണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥന ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ പ്രാർത്ഥന നിങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റല്ല, മറിച്ച് ദൈവമൊരിക്കലും അകലെയായിരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വളരെ ശക്തമായ ഒരു ചിന്തയാണ്. ഇതൊരു ദൂരയാത്രയല്ല, മറിച്ചൊരു തിരിച്ചറിവാണ്. നമ്മൾ അകലെയാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മൾ എപ്പോഴും സാമീപ്യത്തിലായിരുന്നു എന്ന സത്യത്തിലേക്കുള്ളൊരു മടക്കം. അതെ, ഒരു ചെടിക്ക് മഴ ആവശ്യമുള്ളതുപോലെയാണ് മനുഷ്യന് പ്രാർത്ഥന. സൂര്യന് മഴയുടെ ആവശ്യമില്ല, മണ്ണിനാണ് അതിൻ്റെ ആവശ്യം. അതുപോലെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല, നമുക്കാണതിൻ്റെ ആവശ്യം. നമ്മുടെ ആന്തരികമായ മണ്ണിനെ ഫലഭൂഷ്ടമാക്കാനും വരണ്ടുപോകാതെ സൂക്ഷിക്കാനും സത്യത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കാനും പ്രാർത്ഥനയെന്ന ആ മഴ ആവശ്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തവും ശക്തവുമായ ഒരു പുനർവായനയാണിത്. പുറമേയുള്ള ലോകത്തെ മാറ്റാനുള്ള ഒരു ഉപകരണമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ മാറ്റുന്ന ഒരു പരിശീലനമാണിത്. ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവികമായ യാഥാർത്ഥ്യത്തിനുള്ളിൽ ശരിയായി നിലകൊള്ളാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് നമ്മളെ വളരെ രസകരമായ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പ്രാർത്ഥനയിലെ നിൽക്കുന്നതും കുനിയുന്നതും നെറ്റിത്തറയിൽ വയ്ക്കുന്നതുമായ ശാരീരിക ചലനങ്ങൾ വിനയവും ഉത്തരവാദിത്തബോധവും പഠിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ളൊരു ചോദ്യമായതിനെ കാണാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റേതൊക്കെ ചെറിയ ആവർത്തിക്കുന്ന ശാരീരിക പ്രവൃത്തികളാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്നത്? നമ്മൾ ഫോൺ പിടിക്കുന്ന രീതി, കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന രീതി, സംസാരിക്കുമ്പോഴുപയോഗിക്കുന്ന ഭാവങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തു മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്? അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.